ഹലോ ഗായ്സ്, എന്ത് പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് കറങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാനുണ്ട്, ചേട്ടനുണ്ട്, ഉണ്ണിയുണ്ട്, പിന്നെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ഫ്രണ്ടും വൈഫിനെയും കൂടി വിളിച്ചതാണ്, പക്ഷേ വൈഫ് ഹൗസിലേക്ക് പോയിക്കൊണ്ട് വന്നില്ല. അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പോകുന്നത് മുനമ്പം ബീച്ചിലേക്കാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടൊക്കെ ഉണ്ട്. കൂടുതലും വന്നേക്കുന്നത് ചൂണ്ടിടാനാണ്. ഇപ്രാവശ്യം ചൂണ്ടിയുണ്ട് കേട്ടോ കയ്യിൽ. കറക്കം മാത്രമല്ല, അതും കൂടെ നടക്കുമല്ലോ. നമ്മളൊരു 3 മണി 4 മണിയോട് കൂടിയിട്ട് ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം വെയിലൊക്കെ ഉള്ള സമയമാണ്. ആൾക്കാരുകളൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് പോവാം കേട്ടോ. വെയിലൊക്കെ ഉണ്ടാവുമെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ നമ്മൾ കുടയൊക്കെ കൊണ്ടാണ് പോയത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാവ ഒരിക്കലും കുട പിടിക്കാനായിട്ട് സമ്മതിക്കില്ല. അവൻ ആ കുട ഒടിച്ച് തവിട് പൊടിയാക്കി കേട്ടോ. എന്നിട്ട് അവൻ അവിടെ ഓടി കളിക്കുന്നു ഫുള്ളും. വാവ അവിടെ ചെന്നതിന് ശേഷം പിന്നെ അവിടെ എൻ്റെ ബോട്ടിങ് കണ്ടു, പിന്നെ ഡോൾഫിൻ മറയണത് കണ്ടു, അങ്ങനെ കുറേ പേര് മീൻ പിടിക്കണത് കണ്ടു. അതുപോലെ തന്നെ കുറേ കുട്ടികളും വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് കൗതുകമായി തുടങ്ങി അവരോട് കളിക്കാനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ അതേ കുട്ടിയുടെ അച്ഛൻ്റെ അപ്പുറത്തുനിന്ന് ചൂണ്ടയിടുന്നുണ്ട്. പക്ഷെ ഒന്നും കിട്ടിയൊന്നുമില്ല കേട്ടോ നമുക്ക്. നമ്മൾ ചൂണ്ടയിടാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന തീറ്റ എന്ന് പറയുന്നത് ചെമ്മീനാണ്. ചെമ്മീനിട്ട് പിടിച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ മീൻ കിട്ടുമെന്നാണ് ഒരുപാട് തവണ വന്നിട്ട് പിടിച്ചിട്ട് കിട്ടിയിട്ടുമുണ്ട് അവർക്കത്. പക്ഷേ ഈ തവണ ഒന്നും ലക്ക് ഉണ്ടായിരുന്നില്ല, കിട്ടിയില്ല. പിന്നെ വാവ അവിടെ ഫുള്ള് ഓടിക്കളിക്കില്ലായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് മീനൊന്നും കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ അപ്പുറത്ത് കടലിൽ ഇറങ്ങുന്ന വശമുണ്ട്, അവിടേക്ക് ഇറങ്ങി. അവിടെ അത്യാവശ്യം പിള്ളേരുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അന്നേരം ആയപ്പോഴേക്കും. അപ്പോൾ ഇവനെയും കടലിൽ കാണിക്കാം, ഇറക്കാം, വെള്ളത്തിൽ കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളും കൂടെ ഇറങ്ങി. അവിടെ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അതായത് വെള്ളത്തിൽ കൂടെ ബൈക്ക് ഓടിക്കുന്നത്, ഹയാക്കിങ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്നും അതിൽ കയറിയില്ല. അതിന് നോട്ടീസൊക്കെ കൊണ്ടു തന്നു. അത്യാവശ്യം പ്രൈസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അതിൽ കയറിയില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ 4 മണി നേരമൊക്കെ ആയതുകൊണ്ട് അവിടെ ചായ, സ്നാക്സ് സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ബൺ മസ്ക ടീം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ ഒന്ന് ടെസ്റ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്തായാലും ടെസ്റ്റ് അടിച്ച് ആ വെയിലിൻ്റെ ഒരു സമയം കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ തൊട്ട് എല്ലാവരും വന്നു തുടങ്ങി കേട്ടോ ബീച്ചിലേക്ക്. കുട്ടികളായിട്ടും ഫാമിലിയായിട്ടും കപ്പിൾസായിട്ടും എല്ലാവരും വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ ആൾക്കാർ തിരക്കായി തുടങ്ങിയായിരുന്നു. കുറച്ച് നേരം നമ്മളങ്ങനെ വെള്ളത്തിലൊക്കെ കളിച്ച് വാവേനെയൊക്കെ കളിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് നമ്മളവിടുന്ന് പോന്നു കേട്ടോ. അപ്പോൾ അതേ പോരുമ്പോൾ അതേ സൂര്യൻ അസ്തമിക്കുന്ന സമയമായി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടുകളും ഓരോ സാധനങ്ങളും കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മളവിടുന്ന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ ആ സ്ഥലത്ത് വയ്ക്ക് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇറങ്ങണമെങ്കിൽ. അപ്പോഴേക്കും ഇതിൻ്റെ അസ്തമയം കഴിയോ ഇല്ലയെന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു കേട്ടോ. ഏകദേശം നമുക്കൊരു സ്ഥലം കിട്ടി. നമ്മളിതേ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോഴേക്കും സൂര്യൻ്റെ അവസ്ഥ ഇങ്ങനെയായി. അത് കഴിഞ്ഞ് നമ്മൾ ആൾക്കാരുള്ളടത്ത് നടക്കാനുണ്ട്. അപ്പോൾ വാവനെ മുകളിലേക്ക് നോക്കി കാണിച്ചിട്ട് ഓരോ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പട്ടം പറക്കണുണ്ട് കേട്ടോ. അപ്പോൾ അവനത് നോക്കി കാണിച്ചു തരാണ്. പിന്നെ ഇതേ അച്ഛനും മോനും അച്ഛൻ്റെ കൂട്ടുകാരനും കൂടി അതുകൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ ഇതേ വീഡിയോ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മുനമ്പം ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ അഴീക്കോട് ബീച്ചാണ്. അപ്പോൾ അവിടെ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട്. ബീച്ചിലേക്ക് വേണേൽ ചിലരൊക്കെ അവരെ പെറ്റ്സിനെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇതേ നമ്മുടെ ഒട്ടകത്തിനാണ് കാണുന്നത് കേട്ടോ. നമുക്ക് കയറാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. എത്ര റേറ്റ് ഒന്നും അറിയില്ല, നമ്മൾ ജസ്റ്റ് കണ്ടേ ഉള്ളൂ, കയറിയില്ല. അങ്ങനെ വാവേനൊക്കെ കാണിച്ച് ഏകദേശം ഒരു ഇരുട്ടാവാറ് കേട്ടോ സമയം. അപ്പം നമ്മളവിടെ പോയിട്ട് നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഒരു മുട്ട ബജ്ജിയും ഒരു ചായയും എത്തിനേണ്ടി ചട്നി എന്നിട്ട് ഞാൻ കഴിക്കുന്നുണ്ട്. ബാക്കി രണ്ടാളും ചായയും മുട്ട പപ്സ് മാത്രമേ കഴിച്ചുള്ളൂ. അങ്ങനെ നമ്മൾ ചായക്കുടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് കാണാണ്ട് അവിടെ പോയിട്ട് വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോകാനുണ്ട്. ശരിക്കും തിരിച്ചു പോകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത്രയും തിരക്കായിരുന്നു. റോട്ടിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. വണ്ടികളും ആൾക്കാരുകളും വന്നിട്ടും പിന്നെ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളിതേ കുട്ടികൾ കളിക്കാനുള്ള സാധനങ്ങൾ, കറങ്ങാനുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട്. നമ്മളും അവിടെ ഇറങ്ങിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ടൈം കഴിഞ്ഞു. പിന്നെ വാവ ഉറങ്ങുകയും ചെയ്തു. പിന്നെ ആർക്ക് വേണ്ടിയിട്ട് അത് ഇറങ്ങണം? പിന്നെ നമുക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി ഇറങ്ങണം. പിന്നെ കാണാൻ വേണ്ടി ഇറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല, ഗ്യാപ്പ് പോലും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങാതിരുന്നത്. ജസ്റ്റ് ഇങ്ങനെ കണ്ടു നമ്മൾ പോരുകയാണ് ചെയ്തത്. അങ്ങനെ ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം അടിപൊളിയായി. നമ്മൾ അന്നത്തെ ദിവസം സന്തോഷമായി. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചു വന്നു. പിന്നത്തെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. അങ്ങനെ തിരിച്ചെത്തി. നമ്മളത് ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേൾക്കുന്നു. ബാ.